ഭക്തനാണെന്ന് കരുതി വീട്ടിൽ പോയി, പക്ഷേ കൂട്ടുകൂടിയത് കള്ളനോടോ എന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന മുൻ ദേവസ്വം മന്ത്രിയെയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. ശബരിമലയിലെ തങ്കപ്പാളികളിൽ CPM കൈവച്ചപ്പോൾ അത് പിണറായി സർക്കാരിന്റെ അവസാനത്തെ ആണിയാകുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പോറ്റിയെ എനിക്ക് വലിയ പരിചയമില്ല, ഒരു വട്ടം നിർബന്ധിച്ചപ്പോൾ വീട്ടിൽ പോയതാണ് എന്ന കടകംപള്ളിയുടെ പതിവ് പല്ലവി ഇപ്പോൾ അയൽവാസികളും സാക്ഷികളും ചേർന്ന് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഒന്നല്ല, പലതവണ മന്ത്രി ആ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ടെന്ന ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ മന്ത്രിക്ക് പോറ്റി വെറുമൊരു ഭക്തനല്ല, മറിച്ച് പ്രിയപ്പെട്ട ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു എന്ന ചോദ്യം കേരള സമൂഹത്തിൽ അലയടിക്കുകയാണ്. അന്വേഷണം സ്വന്തം പാളയത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ അടൂർ പ്രകാശിനെ മുൻനിർത്തി ഒരു ഡൈവേർഷൻ കളിക്ക് CPM മുതിർന്നെങ്കിലും കോടതിക്ക് മുൻപിൽ അതൊന്നും ചിലവാകില്ലെന്ന് ഉറപ്പായി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വഴിതിരിച്ചുവിടാൻ നോക്കിയ കളി ഇപ്പോൾ സ്വന്തം നെഞ്ചത്ത് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ സ്വർണ്ണക്കടലിൽ മുങ്ങിപ്പോകാതിരിക്കാൻ കടകംപള്ളിയെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞത് എങ്ങനെയെന്ന ചോദ്യത്തിന് ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ തന്നെ ഉത്തരം നൽകും. സ്വർണം തനിയെ ഉരുകിപ്പോയതാണോ അതോ AKG സെന്ററിലേക്ക് ഒഴുകിപ്പോയതാണോ എന്ന പരിഹാസം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. കൂടുതൽ ആധുനികമായ ലാബുകളിൽ പരിശോധന നടത്തുന്നതോടെ നേതാക്കളുടെ അറസ്റ്റ് ഉറപ്പാണെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. താൻ രക്ഷിക്കപ്പെടുമെന്ന് കരുതിയ കടകംപള്ളിക്ക് ഇപ്പോൾ പിണറായിയുടെ തണലും നഷ്ടമായിരിക്കുന്നു. പ്രസംഗങ്ങളിൽ തപ്പിത്തടയുന്നതും മുഖത്തെ പരിഭ്രമവും കണ്ടാലറിയാം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് അന്ത്യകൂദാശ സംഭവത്തിൽ പോന്നതാണ്. സംഗതി ലളിതമാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അടൂർ പ്രകാശിനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാൻ നോക്കിയവർക്ക് മുൻപിൽ ഇപ്പോൾ ജയിൽ വാതിൽ തുറന്നിരിക്കുകയാണ്. അറസ്റ്റും ചോദ്യം ചെയ്യലും കഴിയുമ്പോൾ കാണാം വിശ്വാസം സംരക്ഷിക്കാൻ വന്നവർ സ്വർണം എങ്ങനെയാണ് കീശയിലാക്കിയതെന്ന്. അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് പുറത്തു വരുന്ന ചിത്രങ്ങൾ. പോറ്റിയുടെ അമ്മാവന്റെ മകൾ പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരുന്നു. കടകംപള്ളി വീട്ടിൽ വന്ന സമയത്ത് കുട്ടിക്ക് സമ്മാനം നൽകുന്ന ദൃശ്യമാണ്. പോറ്റിയുടെ വീട് തന്നെയാണെന്ന് വ്യക്തമാണ്. ഒരു കുട്ടിക്ക് മൊമന്റോ നൽകുന്ന ചിത്രമാണെന്നും എവിടെ വെച്ചാണ് സമ്മാനം നൽകിയതെന്ന് കുട്ടിയോട് ചോദിക്കണമെന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം. ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞത് ഓർമ്മ പിശകാണെന്നും പുറത്തു വന്ന ചിത്രം എപ്പോഴത്തേതാണെന്ന് ഓർക്കുന്നില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 10 തവണ പോയാലും അത് തുറന്നു പറയാൻ മടിയില്ല എന്നും ഗൺമാന്മാരോട് ചോദിച്ചപ്പോൾ അവരും ഓർക്കുന്നില്ലെന്നാണ് പറഞ്ഞതെന്നും കടകംപള്ളി പറഞ്ഞു. ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരം നൽകുന്ന ചിത്രമാണ് പുറത്തു വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. മൊമന്റോ കൊടുക്കൽ വലിയ സംഭവമല്ലെന്നും കടകംപള്ളി പറഞ്ഞു. മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തുപോയും താൻ മൊമന്റോ കൊടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നത്. മൊമന്റോ സ്വീകരിച്ച കുട്ടിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കടകംപള്ളി എന്തിനാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കടകംപള്ളി എത്തിയപ്പോൾ പുളിമാത്തെ വീട്ടിലേക്ക് പോറ്റി മകളെ വിളിച്ചതാണെന്നാണ് പോറ്റിയുടെ അമ്മാവൻ വെങ്കിടേശ്വരൻ പോറ്റി സ്ഥിരീകരിച്ചിരുന്നത്. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി മറ്റൊരു ദിവസം എത്തിയതിന്റെ ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. അന്ന് കടകംപള്ളിക്ക് ഒപ്പം റാന്നി മുൻ MLA-യും നിലവിലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും നിൽക്കുന്നതായിരുന്നു ഒരു ചിത്രം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനം നൽകുന്ന മറ്റൊരു ചിത്രവും പുറത്തു വന്നിരുന്നു. അതിനിടെ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനും നീക്കം തുടങ്ങി. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെയും SIT ചോദ്യം ചെയ്തിരുന്നു. പാർട്ടി ഫണ്ടിൽ കൈയിട്ട് വാരാൻ മടിയില്ലാത്ത കമ്മിക്കൂട്ടങ്ങൾ ഉറപ്പായും സ്വർണത്തിൽ കൈമുക്കാതിരിക്കില്ല.